രാവിലെ നീക്കുമ്പോൾ ഉപ്പുറ്റിയിൽ ഭയങ്കര വേദന അനുഭവപ്പെടാറുണ്ടെന്നും അതുപോലെ തന്നെ കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളത് ക്ലിനിക്കലി എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറഞ്ഞൊരു ഡയഗ്നോസിസിലാണ് നമ്മൾ വരാറുള്ളത്. പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉപ്പുറ്റിയിലൊരു ആവരണമുണ്ട്, ഒരു കവറിങ്, പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയും. അതിൻ്റെ ഇൻസെർഷണൽ പോയിന്റിൽ ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലമേഷൻ, അതാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ഇങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ മെഡിസിൻസ് കൊടുക്കുകയും അതിൻ്റെ കൂടെ പ്ലാന്റാർ ഫേഷ്യ സ്ട്രെച്ചിങ് എക്സസൈസുകളുണ്ട്, അതും അഡ്വൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി ഇത് കൊടുത്തിട്ടും ബെറ്റർ ആവാത്ത പേഷ്യൻസിന് നമ്മൾ ഈ ലോക്കൽ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ്, അതുപോലെ തന്നെ ലോക്കൽ PRP ഇഞ്ചെക്ഷൻസ്, ഇതും ട്രൈ ചെയ്യാറുണ്ട്. ചില പേഷ്യൻസിന് നമ്മൾ അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയിൽ ഒരു മൊഡാലിറ്റി ഉണ്ട്, എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് തെറാപ്പി. ഇതും വളരെയധികം എഫക്റ്റീവായി തോന്നാറുണ്ട്. ഇനി ഇത്രയും കൊടുത്തിട്ടും എഫക്റ്റീവ് അല്ലാത്ത പേഷ്യൻസിന് ലാസ്റ്റ് നമ്മൾ ഈ പ്ലാന്റാർ ഫേഷ്യ റിലീസ് എന്ന് പറയുന്ന ഒരു സർജറിയും അഡ്വൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും അവർക്ക് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ഇതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവർ യൂസ് ചെയ്യുന്ന ചപ്പൽ, അതായത് സോഫ്റ്റ് സോളുള്ള ചപ്പൽസ് യൂസ് ചെയ്യണമെന്ന് പറയും. അതുപോലെ തന്നെ ഈ കോൺട്രാസ്റ്റ് ബാത്ത് എന്ന് പറയും, ചുടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും കാല് മാറി മാറി മുക്കി വെക്കുക. അതുപോലെ തന്നെ ഈ പ്ലാന്റാർ ഫേഷ്യ സ്ട്രെച്ചിങ് എക്സസൈസ്, ഇതെല്ലാം കണ്ടിന്യൂ ചെയ്യാനും പറയാറുണ്ട്.